നമസ്കാരം, ഞാൻ ജസ്ന സലീം. വെളുപ്പിലശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കപ്പെട്ടതിനാൽ ഒരു സഹോദരൻ മരണപ്പെട്ടതിൻ്റെ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിനേക്കാട്ടിലും ഗതികെട്ട ഒരു ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കിത് വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ഉണ്ട് ഒരു ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയ ഓരോ മനുഷ്യരോട് ചോദിച്ചാലും അറിയാം, ഇതിനേക്കാട്ടിലും ഗതികെട്ട അവസ്ഥയിലാണ് ഓരോ രോഗികളും തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്കൊന്നും ഇതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. കാരണം കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ പല തവണകളിലായിട്ട് ചികിത്സയ്ക്ക് പോയിട്ട് അവിടെ ചികിത്സിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതാണ് അവിടുത്തെ ഡോക്ടർമാരുടെ ഹോബി എന്ന് പറയുന്നൊരു സംഭവം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പല മരുന്നിനും അലർജി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഡോക്ടർമാർ തന്നെ എഴുതിയ ഷീട്ട് സഹിതമാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത്. എനിക്ക് പറ്റുന്ന മരുന്ന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ട് ചില ഡോക്ടർമാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ ഒരു കാര്യം വെച്ചിട്ട് 2 തവണകളിലായിട്ട് സൂപ്രണ്ടിന് പരാതിപ്പെട്ടു കേട്ടോ. പിടിച്ചതിനെക്കാട്ടിലും വലിയതാണ് മാളത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അതിരാണ് സൂപ്രണ്ട് ഇതിനൊന്നും നടപടിയോ കാര്യങ്ങളോ ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളിൽ പലർക്കും ഇതേ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഇപ്പോഴും മരണപ്പെടാതെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിന് പ്രതികരിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? താമരശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ട് ഒരു കുട്ടിയുടെ പിതാവ് വന്നിട്ട് ഡോക്ടറെ വെട്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന അനുഭവം, ഡോക്ടർമാർക്ക് എന്ത് സേഫ്റ്റിയാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് പ്രതികരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? വരുന്ന രോഗികൾക്ക് മരിക്കൂല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കി കൊടുക്കും ഈ ഡോക്ടർമാർ എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ ഒരു ഉറപ്പ് തരാൻ പറ്റുക? ഈ ഡോക്ടർമാർ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് പല രീതിയിൽ അവർക്ക് പെരുമാറ്റങ്ങൾ മാറി മാറി കിട്ടുന്നത്. എന്നിട്ട് അത് മനസ്സിലാക്കാതെ ഡോക്ടർമാരുടെ ഭാഗം സംസാരിക്കാൻ നിന്ന ആൾക്കാരോട് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നാവെന്താ പൊന്താത്തത്? ഈ പാവം സഹോദരൻ്റെ നിൽപ്പും ഇതും നിങ്ങൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടതാണല്ലോ. എന്നിട്ട് നിങ്ങൾക്കൊന്നും പ്രതികരിക്കണം തോന്നുന്നില്ല അല്ലേ? നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റൂല. നമ്മളൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഔദാര്യം കൊണ്ടാണെന്നാണ് അവിടുത്തെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ചിന്താഗതി. അതൊന്നും മാറ്റിത്തരാൻ ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം പ്ലീസ്. ഞങ്ങളെപ്പോലുള്ള പാവത്തുങ്ങൾ ഇതേപോലെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രതീക്ഷിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടാറില്ല. ഞങ്ങളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ടാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.